ആദ്യം തന്നെ ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ്റെ മീനിങ്ങും ഡെഫിനേഷനും എന്താണെന്ന് നോക്കാം. അതിലാദ്യം മീനിങ് നോക്കാം. ദ വേർഡ് ഓർഗനൈസിംഗ് റെഫേഴ്സ് ടു ഐഡൻറ്റിഫൈയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് വേരിയസ് ആക്ടിവിറ്റീസ്. വിവിധങ്ങളായിട്ടുള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ തിരിച്ചറിയുകയും ഐഡൻറ്റിഫൈ ചെയ്യും, അതിനെ ഗ്രൂപ്പ് ചെയ്യുകയും ഒരുമിച്ചാക്കുകയും ചെയ്യുന്നു. ആൻഡ് ബ്രിങ്ങിങ് ടുഗദർ ഫിസിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. അപ്പോൾ ആക്ടിവിറ്റീസ് നമ്മൾ തിരിച്ചറിയുകയും ഗ്രൂപ്പ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷനിലൂടെ ബ്രിങ്ങിങ് ടുഗദർ എന്താണ് ഒരുമിച്ച് കൂട്ടുന്നത്? ഫിസിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. ഫിസിക്കലായിട്ടുള്ള, ഫിനാൻഷ്യലായിട്ടുള്ള, ഹ്യൂമൻ റിസോഴ്സസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നു. ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് പ്രൊഡക്റ്റീവ് റിലേഷൻസ് എമംഗ് ദം ഫോർ ദി അച്ചീവ്മെൻറ്റ് ഓഫ് സ്പെസിഫിക് ഗോൾ. അപ്പോൾ ഈ പറയുന്ന റിസോഴ്സസ് എല്ലാം തമ്മിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള, ഉൽപ്പാദനപരമായിട്ടുള്ള അല്ലെങ്കിൽ ഗുണകരമായിട്ടുള്ള റിലേഷൻസ് ക്രിയേറ്റ് ചെയ്യുക ഫോർ ദി അച്ചീവ്മെൻറ്റ് ഓഫ് സ്പെസിഫിക് ഗോൾ. ആ സ്ഥാപനത്തിൻ്റെ സ്പെസിഫിക് ഗോൾ നേടുന്നതിന് വേണ്ടി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഓർഗനൈസിംഗ് ഫംഗ്ഷൻ എന്ന് പറയുക. നമുക്കതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഓർഗനൈസിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ദ വർക്ക് ടു ബി പെർഫോംഡ്. ചെയ്യേണ്ട വർക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യും, ഗ്രൂപ്പ് ചെയ്യും, അല്ലെ മീനിങ്ങൾ കണ്ടതുപോലെ ആ ഒരു ഫംഗ്ഷനാണ് ഓർഗനൈസിങ്. ഡിഫൈനിങ് ആൻഡ് ഡെലിഗേറ്റിംഗ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് അതോറിറ്റി. അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും, അധികാരവും ഉത്തരവാദിത്വവും എന്താണെന്ന് ഡിഫൈൻ ചെയ്യും. ആർക്കൊക്കെയാണ് അധികാരങ്ങൾ, ആർക്കൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുകയും അത് ഡെലിഗേറ്റ് ചെയ്യുകയും ചെയ്യുക. ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈമാറുന്നതിനെയാണ്, മറ്റൊരാളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെയാണ്. അതും ഓർഗനൈസിങ്ങിൻ്റെ ഭാഗമാണ്. ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് ഫോർ ദി പർപ്പസ് ഓഫ് എനേബിളിംഗ് പീപ്പിൾ. ഇപ്പം ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഇടയിൽ റിലേഷൻഷിപ്പ്, അധികാരത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റിയുടെയും അടിസ്ഥാനത്തിൽ ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക. എനേബിളിംഗ് പീപ്പിൾ ടു വർക്ക് മോസ്റ്റ് എഫക്റ്റീവ്ലി. അതുവഴി ആളുകൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു, ടുഗദർ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഇൻ അക്കംപ്ലിഷിംഗ് ഒബ്ജക്റ്റീവ്സ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു സംവിധാനത്തെയാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുക. ഈ ഒരു ഡെഫിനേഷൻ നൽകിയിരിക്കുന്നത് ലൂയിസ് എ അലൻ ആണ്. ലൂയിസ് എ അലൻ്റെ ഡെഫിനേഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻസിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് തന്നെ എഴുതിയാൽ മതി. സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഓർഗനൈസിംഗ് ഓർ എലമെൻറ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ. നോക്കുക, ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഓർഗനൈസിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇറ്റ് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഡെവലപ്പിംഗ് ആൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുമ്പോൾ, ഒരു ഘടന ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ് ആണ്. ദ ഒബ്ജക്റ്റീവ്സ് ഷുഡ് ബി ഡിഫൈൻഡ് ഇൻ ക്ലിയർ ടേംസ്. ഇപ്പം എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ എന്നുള്ളത് ക്ലിയർ ആയിട്ട്, സ്പെസിഫിക് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയുക. അതിനാണ് ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുക. രണ്ടാമത്തെ ഡിറ്റർമൈനിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ്സ് നേടുന്നതിന് വേണ്ടി എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനമെടുക്കണം. ഡിറ്റർമൈനിങ് ആക്ടിവിറ്റീസ്. ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ വേരിയസ് ആക്ടിവിറ്റീസ് ആർ ടു ബി ഐഡൻറ്റിഫൈഡ് ആൻഡ് എന്യൂമറേറ്റഡ്. ഏതൊക്കെ ആക്ടിവിറ്റീസാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് എന്യൂമറേറ്റ് ചെയ്യുകയും ചെയ്യണം, അത് ലിസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇത് ആക്ടിവിറ്റീസ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടത് എന്നുള്ളത് ആ സ്ഥാപനത്തിൻ്റെ പർട്ടിക്കുലർ നേച്ചർ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ സൈസ് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ മാനുഫാക്ചറിങ് കൺസേൺസും ട്രേഡിംഗ് കൺസേൺസും ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. ഇതൊരു മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ ഇറ്റ് വിൽ ഹാവ് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് ആൻഡ് അതർ ആക്ടിവിറ്റീസ്. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആക്ടിവിറ്റി ഉണ്ടാവും, മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ഉണ്ടാവും. അപ്പോൾ അതുപോലുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നു. അടുത്ത ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ഗ്രൂപ്പ് ചെയ്യുക. ഇത് എൻ്റയർ ആക്ടിവിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓൺ ദി ബേസിസ് ഓഫ് ഫംഗ്ഷൻ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന, ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസിനെ നമ്മൾ അടുത്തതായിട്ട് ഗ്രൂപ്പ് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. ഈ ആക്ടിവിറ്റീസിനെല്ലാം നമ്മൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുന്നു. ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അങ്ങനെ തരംതിരിക്കുന്നതിനെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ തരംതിരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിലാകാം തരംതിരിക്കുന്നത്, പ്രൊഡക്ട്സിൻ്റെ അടിസ്ഥാനത്തിലാകാം, കസ്റ്റമേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാകാം. സിമിലർ ആക്ടിവിറ്റീസ് ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ. ഒരേപോലെയുള്ള ആക്ടിവിറ്റീസ് ഒരു ഗ്രൂപ്പ് ആക്കുന്നു. ആൻഡ് ഫോംഡ് എ ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആക്കുന്നു. ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻ ടു സെക്ഷൻസ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പല പല സെക്ഷൻസ് ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാനും സാധിക്കും. അടുത്ത നാലാമത്തെ സ്റ്റെപ്പ് അസൈനിങ് ഡ്യൂട്ടീസ് ആണ്. ദ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആർ ദെൻ അലോട്ടഡ് ടു ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഓരോ ഗ്രൂപ്പായിട്ട് നമ്മൾ ആക്ടിവിറ്റീസിനെ തരംതിരിച്ചു.
ഈ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസിനെ നമുക്ക് ഓരോ ആളുകൾക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നു. അസൈനിങ് ഡ്യൂട്ടീസ്, ചുമതലകൾ ഏൽപ്പിക്കൽ, ഓൺ ദി ബേസിസ് ഓഫ് ദെയർ എബിലിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ ഇങ്ങനെ ചുമതലകൾ ഏൽപ്പിക്കുമ്പോൾ, ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടി ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അവരുടെ എബിലിറ്റിയും ആപ്റ്റിറ്റ്യൂഡും, അവരുടെ കഴിവും ആ ജോലിയോടുള്ള മനോഭാവവും എല്ലാം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഷുഡ് ബി ഡിഫൈൻഡ് ക്ലിയർലി. ഒരു ജോലി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് അയാളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, എന്താണ് അയാളുടെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ, ഓരോരുത്തരും ചെയ്യേണ്ട വർക്കുകൾ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യണം. സോ ദാറ്റ് വി ക്യാൻ അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്കിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ, ഒരാൾ ചെയ്യുന്ന ജോലി മറ്റൊരാൾ അറിയാതെ അയാൾ വീണ്ടും ചെയ്യുന്ന അവസ്ഥ, അത് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്കാണ്. അത് സമയവും പണവും വേസ്റ്റ് ആകുന്ന ഒരു പ്രവൃത്തിയാണ് വർക്കിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഓവർലാപ്പിംഗ് ഓഫ് എഫോർട്ടിൻ്റെ ഓവർലാപ്പിംഗ്, അത് തന്നെയാണ് ഒരാൾ ചെയ്യുന്ന ജോലി മറ്റൊരാൾ കയറി ചെയ്യുക, അങ്ങനെ ഓവർലാപ്പ് ചെയ്ത് ജോലി ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുന്നത്, കൃത്യമായിട്ട് ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുന്നത് സഹായിക്കും. അടുത്തത് 5ാമത്തെ സ്റ്റെപ്പ് ഡെലഗേഷൻ ഓഫ് അതോറിറ്റിയാണ്. അതോറിറ്റിയുടെ ഡെലഗേഷൻ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ കൈമാറ്റം. ആഫ്റ്റർ അലോട്ടിംഗ് ജോബ് ടു എവറി ഇൻഡിവിജ്വൽ, ഓരോ ഇൻഡിവിജ്വലിനും നമ്മൾ ഒരു ജോലി ഇപ്പോൾ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ജോലി ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം ഹി ഈസ് ഗിവൺ ദ അതോറിറ്റി നെസസറി ടു പെർഫോം ദ അസൈൻഡ് ടാസ്ക് എഫക്റ്റീവ്ലി. അപ്പോൾ അതായത് ഏൽപ്പിച്ച ജോലി, അസൈൻഡ് ടാസ്ക് എഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി അയാൾക്ക് അതിനാവശ്യമായിട്ടുള്ള നെസസറി അതോറിറ്റി, ആവശ്യമായിട്ടുള്ള അതോറിറ്റി നൽകുന്നു. ഹി ഈസ് ഗിവൺ ദി അതോറിറ്റി നൽകുന്നു. ആൻഡ് ഇൻഡിവിജ്വൽ കനോട്ട് പെർഫോം ഹിസ് ജോബ്, ഒരാൾക്ക് അയാളെ ഏൽപ്പിച്ചു കൊടുത്ത ജോലി ചെയ്യാൻ സാധിക്കുകയില്ല. എപ്പോഴാണ്? അൺലെസ് ഹി ഈസ് ഗിവൺ സഫിഷ്യൻറ്റ് അതോറിറ്റി, അയാൾക്ക് ആവശ്യത്തിനുള്ള അതോറിറ്റി നൽകിയിട്ടില്ല എങ്കിൽ അയാൾക്ക് ആ ജോബ് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. അൺലെസ് ഹി ഈസ് ഗിവൺ സഫിഷ്യൻറ്റ് അതോറിറ്റി ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. അതോറിറ്റിയുടെ ഒരു ഒഴുക്കെന്ന് പറയുന്നത് എപ്പോഴും ടോപ്പ് ലെവലിൽ നിന്ന് താഴെത്തട്ടിലേക്കാണ് അല്ലേ? കാരണം അധികാരം നമ്മളെപ്പോഴും താഴെത്തട്ടിലേക്ക് മാത്രമേ പ്രയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ താഴ്ന്ന ലെവലുള്ള ജീവനക്കാരുടെ മാത്രമേ നമുക്ക് അധികാരം പ്രയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതോറിറ്റി ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫ്ലോസ് ഫ്രം ബോട്ടം ടു ടോപ്പ്. അപ്പോൾ താഴെത്തട്ടിൽ നിന്നാണ് ഉയർന്ന സുപ്പീരിയർ ഓഫീസറോടാണ് ഒരാളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഉയർന്ന ലെവലിലേക്കാണ് റെസ്പോൺസിബിലിറ്റി പോകുന്നത്. ഇറ്റ് ഫ്ലോസ് ഫ്രം ബോട്ടം ടു ടോപ്പ്, താഴെ നിന്ന് മുകളിലേക്ക് അല്ലേ? അടുത്തത് കോർഡിനേറ്റിംഗ് ആക്ടിവിറ്റീസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതും ഓർഗനൈസേഷൻ്റെ ഭാഗമാണ്. ദി ആക്ടിവിറ്റീസ് ആൻഡ് എഫേർട്സ് ഓഫ് ഡിഫറെൻറ്റ് പേഴ്സൺസ് ആർ ടു ബി സിങ്ക്രണൈസ്ഡ്. ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് പേഴ്സൺസ്, വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ ജോലികൾ ചെയ്യുന്നുണ്ട്. ആ ജോലികളെല്ലാം സിങ്ക്രണൈസ് ചെയ്യണം, ഒരുമിച്ച് കൂട്ടേണ്ടതാണ്, കോർഡിനേറ്റ് ചെയ്യേണ്ടതാണ്. സച്ച് കോർഡിനേഷൻ ഈസ് നെസസറി ടു എൻഷുർ എഫക്റ്റീവ് പെർഫോമൻസ് ഓഫ് സ്പെസിഫൈഡ് ഫംഗ്ഷൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസിൻ്റെ അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻസ് എഫക്റ്റീവായിട്ടുള്ള പൂർത്തിയാക്കുന്നതിന് വേണ്ടി കംപ്ലീഷന് വേണ്ടി അത്തരത്തിലുള്ള കോർഡിനേഷൻ ആവശ്യമാണ്. അടുത്തത് പ്രൊവിഷൻ ഓഫ് ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് ഗുഡ് എൻവയറമെൻറ്റ്. അപ്പോൾ ഫിസിക്കലായിട്ടുള്ള ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അത് ഓർഗനൈസേഷൻ്റെ ഭാഗമാണ്. ഗുഡ് എൻവയറമെൻറ്റ്, അത് നല്ലൊരു വർക്കിംഗ് എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഫിസിക്കൽ ഫെസിലിറ്റീസ് ലൈക്ക് വെന്റിലേഷൻ, ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആവശ്യത്തിന് വായു സഞ്ചാരം ഉണ്ടായിരിക്കണം. വെന്റിലേഷൻ, ലൈറ്റിംഗ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം, ആവശ്യത്തിന് പ്രകാശം എത്തുന്ന സ്ഥലമായിരിക്കണം. റിക്രിയേഷൻ, അവർക്ക് ജോലിയുടെ ഒഴിവുവേളകളിൽ ഉല്ലാസമാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം കൊടുക്കണം. റെസ്റ്റ് റൂംസ് കൊടുക്കണം. ആൻഡ് എക്സെട്ര ഷുഡ് ബി പ്രൊവൈഡഡ്. എപ്പാർട്ട് ഫ്രം ദിസ്, അതിന് പുറമെ റൈറ്റ് വർക്കിംഗ് എൻവയറമെൻറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ നല്ലൊരു ജോലി സാഹചര്യം, നല്ലൊരു ജോലി എൻവയറമെൻറ്റ് അവിടെ ഒരുക്കി കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് മറ്റൊരു സ്റ്റെപ്പാണ്. ഒരു സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ്, ഒരു ഘടനാപരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, കൊണ്ടുവരിക. ഫോർ ദി സക്സസ് ഓഫ് എൻ്റർപ്രൈസ് ക്ലിയർ കട്ട് സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ്. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതാണ് എമംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ദിസ് വിൽ എൻഷുർ ഓവറോൾ കൺട്രോൾ ഓവർ ദി വർക്കിംഗ് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് മേലും ടോപ്പ് മാനേജ്മെൻറ്റിന് ഒരു ഓവറോൾ കൺട്രോൾ, മൊത്തത്തിലുള്ളൊരു നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നതാണ്. സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതോറിറ്റിയുടെയും റെസ്പോൺസിബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ അധികാരം ആർക്കാണ് എന്നുള്ളതും റെസ്പോൺസിബിലിറ്റി ആർക്കാണ് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് നിർണ്ണയിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനത്തെയാണ് ഇവിടെ സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് എന്ന് പറയുക. അപ്പോൾ അത്തരത്തിലൊരു സംവിധാനം കൊണ്ടുവരിക എന്നുള്ളത് ഓർഗനൈസിങ്ങിൻ്റെ ഫംഗ്ഷനാണ്. അത് ഓർഗനൈസിങ്ങിൻ്റെ മറ്റൊരു സ്റ്റെപ്പാണ് അല്ലേ? അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷൻ എന്താണെന്ന് നോക്കാം. ഓർഗനൈസേഷൻ കൊണ്ട് സ്ഥാപനത്തിലുള്ള ഗുണങ്ങൾ. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജീരിയൽ എഫിഷ്യൻസി.
അപ്പോൾ ഭരണ സൗകര്യം അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് അതിന് സൗകര്യം ഒരുക്കുന്നു. ആൻഡ് മാനേജീരിയൽ എഫിഷ്യൻസി മാനേജർമാരുടെ എഫിഷ്യൻസി കൂട്ടുന്നു എന്നാണ് പറയുക. നോക്കുക, ടോട്ടൽ ആക്ടിവിറ്റീസ് ആർ ഗ്രൂപ്പ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ഫർദർ സബ് ഡിവൈഡഡ് ഇൻ ടു വെൽ ഡിഫൈൻഡ് പൊസിഷൻസ്. ഇപ്പോൾ മൊത്തത്തിലുള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ തൊട്ടും പറഞ്ഞതുപോലെ അത് ഗ്രൂപ്പ് ചെയ്യുന്നു, സിമിലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെല്ലാം ഒരു ഗ്രൂപ്പ് ആക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഫർദർ സബ് ഡിവൈഡഡ് ഇൻ ടു വെൽ ഡിഫൈൻഡ് പൊസിഷൻസ്. അപ്പോൾ അതിനെ വീണ്ടും നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പല സെക്ഷൻസ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഈച്ച് പൊസിഷൻ ഈസ് അസൈൻഡ് ടു ഈച്ച് ഇൻഡിവിജ്വൽ. അങ്ങനെ ഓരോ ചെറിയ ജോലിയും ഓരോ ഇൻഡിവിജ്വലിനും ഏൽപ്പിച്ചു കൊടുക്കുന്നു. അസൈൻ ടു ഈച്ച് ഇൻഡിവിജ്വൽ ആൻഡ് ഹിസ് ഓർ ഹെർ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആർ വെൽ ഡിഫൈൻഡ്. അങ്ങനെ ജോലി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അയാളുടെ അതോറിറ്റി എത്രമാത്രമുണ്ട്, അയാൾക്ക് എത്രമാത്രം റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഓൾ ദീസ് ലീഡ് ടു സ്പെഷ്യലൈസേഷൻ. അങ്ങനെ വരുമ്പോൾ ഒരേ ജോലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് വിൽ ലീഡ് ടു സ്പെഷ്യലൈസേഷൻ. ആ ജോലിയിൽ അയാൾ സ്പെഷ്യലിസ്റ്റ് ആകും, വൈദഗ്ധ്യമുള്ളവനായി തീരും. ആൻഡ് ബെറ്റർ പെർഫോമൻസ് ഓഫ് ടാസ്ക്, അതുവഴി ആ ജോലി അയാൾക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. പ്രോപ്പർ കോർഡിനേഷൻ ക്യാൻ ബി മെയിൻറ്റെയിൻഡ് എമംഗ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇതുപോലുള്ള മെൻ മെറ്റീരിയൽ ക്യാപിറ്റൽ അതിൻ്റെ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലും ഒരു പ്രോപ്പറായിട്ടുള്ള കോർഡിനേഷനും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ ഓർഗനൈസേഷൻ സഹായിക്കുന്നുണ്ട്. അടുത്ത ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഗ്രോത്ത് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും ഡൈവേഴ്സിഫിക്കേഷനും വേണ്ടി വിവിധ മേഖലകളിലേക്ക് അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കൽ അതിനുവേണ്ടിയും ഓർഗനൈസേഷൻ സഹായിക്കുന്നുണ്ട്. ഓർഗനൈസേഷൻ പ്രൊവൈഡ്സ് എ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക്. ഓർഗനൈസേഷൻ ഒരു സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് നൽകുന്നുണ്ട്, ഒരു ഘടനാപരമായിട്ടുള്ള ഒരു ചട്ടക്കൂട് നൽകുന്നുണ്ട്. വിത്തിൻ വിച്ച് എഫോർട്ട്സ് ആർ കോർഡിനേറ്റഡ്. ആ ഒരു സംവിധാനത്തിനുള്ളിലാണ് ഈ എല്ലാ ആളുകളുടെയും എഫോർട്ട്സ്, പ്രയത്നങ്ങൾ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നത്, ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നത്. ടു അച്ചീവ് ദ ഡിസൈഡ് റിസൾട്ട്, സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി. എ സൗണ്ട് ഓർഗനൈസേഷൻ ഈസ് ഏബിൾ ടു അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ്. ഇപ്പോൾ നല്ലൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഏബിൾ ടു അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ്, സ്വയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിന് കഴിവുണ്ടായിരിക്കും. ടു ദി ചേഞ്ചിങ് കണ്ടീഷൻസ്, മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച്. ആൻഡ് ക്യാൻ അണ്ടർടേക്ക് മോർ വർക്ക്, വേണ്ടി വന്നാൽ കൂടുതൽ ജോലി ഏറ്റെടുത്ത് പൂർത്തിയാക്കാനും പറ്റും കഴിവുള്ള ഒരു സ്ഥാപനമായിരിക്കും നല്ലൊരു ഓർഗനൈസേഷൻ, നല്ലൊരു ഓർഗനൈസിങ് സംവിധാനം അവിടെ ഉണ്ടെങ്കിൽ. അടുത്ത ഇറ്റ് പ്രൊവൈഡ് സ്കോപ്പ് ഫോർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓർഗനൈസിങ്ങിൽ അത് ട്രെയിനിങ്ങിനും ഡെവലപ്മെൻറ്റിനും ഒരു സ്കോപ്പ് കൂടി നൽകുന്നുണ്ട്. ആൻ എഫക്റ്റീവ് ഓർഗനൈസേഷൻ ഫെസിലിറ്റേറ്റ്സ് ഡെലഗേഷൻ ഓഫ് അതോറിറ്റി. അപ്പോൾ ഡെലഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഒരു എലമെൻ്റാണ്, ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ കണ്ടതാണ്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഡെലഗേഷൻ ഓഫ് അതോറിറ്റി വിച്ച് ഈസ് ആൻ എഫക്റ്റീവ് ഡിവൈസ് ഫോർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരാൾ ജോലി ഏൽപ്പിച്ചു കൊടുത്ത് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുമ്പോൾ ആ ജോലിയിൽ അവർ പ്രാവീണ്യം നേടുന്നു അല്ലേ. അപ്പോൾ അതവർക്കൊരു ട്രെയിനിങ് കൂടിയാണ്, അവർക്ക് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള അവസരം കൂടിയാണ് അത്. അടുത്തത് ഇറ്റ് മേക്സ് യൂസ് ഓഫ് ന്യൂ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ്. ടെക്നോളജിക്കലായിട്ടുള്ള പുതിയ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അതെല്ലാം ഉപയോഗിക്കുന്നതിന് ആ സ്ഥാപനത്തിനെ പ്രാപ്തനാക്കുന്നു. ഡ്യൂ ടു അഡ്വാൻസ്ഡ് ഡെവലപ്മെൻറ്റ് ഇൻ ടെക്നോളജിയിൽ ഉണ്ടാകുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് കാരണം പ്രൊഡക്ഷൻ മെത്തേഡ്സ് ആൻഡ് പ്രോസസ് ആർ ഓൾസോ ചേഞ്ചിങ് അറ്റ് എ ഫാസ്റ്റ് റേറ്റ്. അപ്പോൾ പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന മെത്തേഡുകളും അതിൻ്റെ പ്രോസസ്സും എല്ലാം ഫാസ്റ്റ് റേറ്റിൽ വളരെ ത്വരിതഗതിയിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എ സൗണ്ട് ഓർഗനൈസേഷൻ എൻഷുവേഴ്സ് ആംബിൾ സ്കോപ്പ് ഫോർ അഡോപ്റ്റിംഗ് ന്യൂ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നല്ലൊരു ഓർഗനൈസേഷണൽ സംവിധാനം, നല്ലൊരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അവിടെ ഉണ്ടെങ്കിൽ ഇറ്റ് എൻഷുവേഴ്സ് ആംബിൾ സ്കോപ്പ് ഫോർ അഡോപ്റ്റിംഗ് ന്യൂ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്. പുതിയതായിട്ട് വരുന്ന ഈ ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെൻ്റ് എല്ലാം ആ സ്ഥാപനത്തിൽ അഡോപ്റ്റ് ചെയ്യുന്നതിന്, നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള വളരെയധികം സ്കോപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നല്ലൊരു ഓർഗനൈസിങ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ. അടുത്തത് ഇറ്റ് എൻകറേജസ് ഒപ്റ്റിമൽ യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഒപ്റ്റിമൽ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഏറ്റവും നല്ല രീതിയിലുള്ള ഉപയോഗം ഇത് സാധ്യമാകുന്നു. കോർഡിനേറ്റഡ് ആൻഡ് കോഓപ്പറേറ്റീവ് എഫേർട്സ്. കോർഡിനേറ്റഡ് ആയിട്ടുള്ള വളരെ ഏകോപിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ സഹകരണത്തോടെയുള്ള പ്രയത്നങ്ങൾ ആർ റിക്വയർഡ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് നേടാൻ വേണ്ടി അത് അത്യാവശ്യമാണ്. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വെസ്റ്റഡ് വിത്ത് സ്യൂട്ടബിൾ പേഴ്സൺസ്. ഒരു അനുയോജ്യമായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റി എല്ലാം നൽകുന്നത് വഴി അത് ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഒപ്റ്റിമൽ യൂസിന് അത് കാരണമാവുകയും ചെയ്യുന്നു. ദെൻ ഇറ്റ് പ്രൊമോട്ട്സ് കോർഡിനേഷൻ എമംഗ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാകും, ഫിനാൻസ്, പ്രൊഡക്ഷൻ, സെയിൽസ് എന്ന് പറയുന്ന പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാകും. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഓർഗനൈസേഷൻ ഹെൽപ്സ് ടു ബ്രിങ് കോർഡിനേഷൻ എമംഗ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് എ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ലെവൽസ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റും ലോവർ ലെവൽ മാനേജ്മെൻറ്റും അങ്ങനെ പല ലെവൽസിലുള്ള മാനേജ്മെൻറ്റ് തമ്മിൽ ഉള്ള കമ്മ്യൂണിക്കേഷനുള്ള ഒരു ചാനലായിട്ടൊക്കെ ഈ ഓർഗനൈസേഷൻ വർദ്ധിക്കുന്നു. ഇനി നമുക്ക് ഓർഗനൈസേഷൻ്റെ പ്രിൻസിപ്പിൾസ് നോക്കാം. വാട്ട് ആർ ദി പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ നോക്കാം. നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അതിൽ വരുന്ന പല പ്രിൻസിപ്പിൾസും ഇതിലും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് അല്പം പഠിക്കാൻ എളുപ്പമുണ്ടാകും. നോക്കുക, ഫസ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്.
ഒബ്ജക്റ്റീവ്സ് പ്രിൻസിപ്പിൾ അല്ലേ. എവറി എന്റർപ്രൈസ് ഹാസ് ഇറ്റ്സ് ഓൺ ഒബ്ജക്റ്റീവ്സ്. എല്ലാ സ്ഥാപനങ്ങൾക്കും അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. ദീസ് ഒബ്ജക്റ്റീവ്സ് ആർ ടു ബി വെൽ ഡിഫൈൻഡ്. ആ ഒബ്ജക്റ്റീവ്സ് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം, അത് കൃത്യമായിട്ട് നിർവചിച്ചായിരിക്കണം. എന്താണ് ലക്ഷ്യമെന്നുള്ളത് കൃത്യമായിട്ട് അത് മനസ്സിലാകുന്ന ഭാഷയിൽ അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകണം. ദ സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗനൈസേഷൻ ഷുഡ് ബി ഡെവലപ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ്. ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ തന്നെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്താണ്. അപ്പോൾ നല്ലൊരു ഓർഗനൈസേഷൻ അതിന് സൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഡിഫൈൻ ചെയ്ത പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കണം, ലക്ഷ്യങ്ങളുണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം എന്നുള്ള ആ തത്വത്തെയാണ് നമ്മളിവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുക. അടുത്ത ഡിവിഷൻ ഓഫ് ലേബർ ആണ്. ഡിവിഷൻ ഓഫ് ലേബർ അത് ഓർഗനൈസേഷൻ്റെ ഭാഗമാണ്. എ വർക്ക് ഷുഡ് ബി അസൈൻഡ് ടു എ പേഴ്സൺ അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി. അപ്പോൾ ടോട്ടൽ വർക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോ വർക്കും നമ്മൾ അനുയോജ്യമായിട്ടുള്ള ആളുകളെ അത് ഏൽപ്പിച്ചു കൊടുക്കും അല്ലേ. വർക്ക് ഷുഡ് ബി അസൈൻഡ് ടു എ പേഴ്സൺ അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി, എഡ്യൂക്കേഷൻ ആൻഡ് സ്കില്ല്. എഡ്യൂക്കേഷനും സ്കില്ലും എല്ലാം അനുസരിച്ച്. റിപ്പീറ്റേഷൻ ഓഫ് ദി സെയിം വർക്ക് വിൽ ലീഡ് ടു സ്പെഷ്യലൈസേഷൻ. അപ്പം അങ്ങനെ വരുമ്പോൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് വിൽ ലീഡ് ടു സ്പെഷ്യലൈസേഷൻ. അത് സ്പെഷ്യലൈസേഷന് കാരണമാകുന്നു അല്ലേ. ഡിവിഷൻ ഓഫ് വർക്ക് ഓർ ഡിവിഷൻ ഓഫ് ലേബർ പ്രൊമോട്ട്സ് സ്പെഷ്യലൈസേഷൻ. അത് സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരും. ദിസ് വിൽ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. അങ്ങനെ സ്ഥാപനത്തിൻ്റെ ഓവറോൾ ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി കൂടുകയും ചെയ്യുന്നു. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഡെഫിനിഷൻ. ദ ഫംഗ്ഷൻ, റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി, റിലേഷൻഷിപ്പ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഇൻഡിവിജ്വൽ ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ്. അപ്പോൾ ഡെഫിനേഷൻ പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? ഏതൊക്കെ കാര്യങ്ങളാണ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യേണ്ടത്? ഫങ്ഷൻസ്, റെസ്പോൺസിബിലിറ്റീസ്, അതോറിറ്റി, റിലേഷൻഷിപ്പ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ്, ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ, റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും ഇതെല്ലാം കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണമെന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡെഫിനേഷൻ പറയുക. ദെൻ സ്കേലാർ ചെയിൻ, ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇറ്റ് റെഫേഴ്സ് ടു ആൻ അൺബ്രോക്കൺ ലൈൻ ഓഫ് അതോറിറ്റി ഫ്രം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ടു ലോവർ ലെവൽ മാനേജ്മെൻറ്റ് അല്ലേ. ടോപ്പ് ലെവൽ മുതൽ ലോവർ ലെവൽ വരെയുള്ള ആ ഒരു അതോറിറ്റിയുടെ ഒരു അധികാരത്തിൻ്റെ ആ ഒരു ലൈനെയാണ്, ആ ശൃംഖലയാണ് നമ്മൾ സ്കേലാർ ചെയിൻ എന്ന് പറയുക. സബോർഡിനേറ്റ്സ് മസ്റ്റ് നോ ഹൂ ഈസ് സുപ്പീരിയർ. അപ്പം അങ്ങനെ ഒരു അധികാരം കൃത്യമായിട്ട് നിർണ്ണയിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ഒരു സുപ്പീരിയർ ഓഫീസർ, ആരാണ് ഒരു സബോർഡിനേറ്റ് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് ആളുകൾക്ക് തന്നെ അറിയാമായിരിക്കും അല്ലേ. സബോർഡിനേറ്റ്സ് മസ്റ്റ് നോ ഹൂ ഈസ് സുപ്പീരിയർ, ആരാണ് അയാളുടെ സുപ്പീരിയർ എന്നും ഓരോ സുപ്പീരിയർ ഓഫീസർക്കും ആരൊക്കെയാണ് അയാളുടെ സബോർഡിനേറ്റ്സ് എന്നും കൃത്യമായിട്ട് അറിയാമായിരിക്കും. ആൻഡ് വൈസ് വേഴ്സ അല്ലേ. സുപ്പീരിയർ ആരാണെന്ന് സബോർഡിനേറ്റ്സിനും അറിയാം, സുപ്പീരിയർസിന് സബോർഡിനേറ്റ്സിനെയും അറിയാം. ദെൻ ദിസ് വിൽ ഹെൽപ്പ് ടു എസ്റ്റാബ്ലിഷ് എ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പം ഇങ്ങനെ വരുമ്പോൾ ഓരോ കാര്യങ്ങളും ആരോടാണ് പറയേണ്ടത്, എവിടെയാണ് ആദ്യം അവതരിപ്പിക്കേണ്ടത് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് അറിയാമായിരിക്കും അല്ലേ. ഇറ്റ് എസ്റ്റാബ്ലിഷ് എ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദിസ് ചെയിൻ ഓഫ് കമാൻഡ്, ഇപ്പം ഇത്തരത്തിലുള്ള അധികാരത്തിൻ്റെ ചെയിൻ ഓഫ് കമാൻഡിനെയാണ് നമ്മുടെ സ്കേലാർ ചെയിൻ എന്ന് പറയുക. ദെൻ യൂണിറ്റി ഓഫ് കമാൻഡ്. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഷുഡ് ബി പ്ലേസ്ഡ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ഓൺലി വൺ സുപ്പീരിയർ. ഒരു ഇൻഡിവിജ്വലിനെ അയാൾക്ക് നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു സുപ്പീരിയർ ഓഫീസർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് പ്രിൻസിപ്പിൾ പറയുക. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻഡിവിജ്വൽ ഷുഡ് റിസീവ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം ഓൺലി വൺ സുപ്പീരിയർ അല്ലേ. ഒരു സുപ്പീരിയർ ഓഫീസറിൽ നിന്ന് മാത്രമേ ഒരേ സമയത്ത് ഓർഡറും ഇൻസ്ട്രക്ഷനും ഒരു ഇൻഡിവിജ്വൽ സ്വീകരിക്കാവുള്ളൂ, അതിനുള്ള അവസരമേ ഉണ്ടാകാവുള്ളൂ എന്നുള്ളതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് പ്രിൻസിപ്പിൾ പറയുക. ആൻഡ് നോട്ട് ഫ്രം സെവറൽ സുപ്പീരിയേഴ്സ്. പല സുപ്പീരിയർ ഓഫീസേഴ്സിൽ നിന്ന് ഒരേ സമയത്ത് ഇൻസ്ട്രക്ഷൻ സ്വീകരിക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജീവനക്കാരൻ അല്ലെങ്കിൽ ആ സബോർഡിനേറ്റിൻ്റെ ഉള്ളിൽ കൺഫ്യൂഷൻ ഉണ്ടാവും, ആരെ അനുസരിക്കണം എന്നുള്ളത് അല്ലേ. അപ്പം അങ്ങനത്തരത്തിലുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ വരിക. അത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ, അത് ഓർഗനൈസേഷൻ്റെയും പ്രിൻസിപ്പിളായിട്ട് മാറുന്നു. അടുത്തത് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. ഇപ്പോൾ സ്പാൻ ഓഫ് കൺട്രോൾ ഡിറ്റർമിൻസ് ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് എ സുപ്പീരിയർ ക്യാൻ എഫക്റ്റീവ്ലി മാനേജ്. അപ്പോൾ എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് അറിഞ്ഞിരിക്കണം. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡിറ്റർമിൻസ് ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ്, എത്രമാത്രം സബോർഡിനേറ്റ്സിനെ ഒരു സുപ്പീരിയർ ഓഫീസർക്ക് എഫക്റ്റീവായിട്ട് അറ്റ് എ ടൈം മാനേജ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ആ നമ്പേഴ്സ് തന്നെയാണ് നമ്മൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുക. ഒരു സുപ്പീരിയർ ഓഫീസർക്ക് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന സബോർഡിനേറ്റ്സിൻ്റെ എണ്ണം. ചില എഫിഷ്യൻ്റ് ആയിട്ടുള്ള സുപ്പീരിയർ ഓഫീസേഴ്സിന് 5 പേരെ ഒരേ സമയത്ത് മാനേജ് ചെയ്യാം, ചില ആളുകൾക്ക് ചിലപ്പോൾ 3 പേരായിരിക്കും മാനേജ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതിനെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുക. ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഷുഡ് ബി സോ ഡിവൈസ്ഡ് ദാറ്റ് ദർ ഈസ് ദി കറക്റ്റ് സ്പാൻ ഓഫ് കൺട്രോൾ. അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മൾ രൂപം കൊടുക്കുമ്പോൾ ഓരോരുത്തർക്കും അനുയോജ്യമായിട്ടുള്ള സ്പാൻ ഓഫ് കൺട്രോൾ വെച്ചുകൊണ്ട് ഓരോരുത്തർക്കും എത്രമാത്രം ആളുകളെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും, അത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിർണ്ണയിക്കേണ്ടതാണ്. അപ്പോൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ മറ്റൊരു പ്രിൻസിപ്പിളാണ്. ദെൻ ഫ്ലെക്സിബിലിറ്റി. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഷുഡ് ബി ഫ്ലെക്സിബിൾ. ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും എല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്ന
ആളുകളുടെ ആ ഒരു കൂട്ടം ഓഫ് സ്ട്രക്ചറിനെ ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ ടു ഇൻട്രൊഡ്യൂസ് ചേഞ്ചസ്. നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കണം. ഇൻ അതർ വേർഡ്സ്, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഷുഡ് ഹാവ് ദ കപ്പാസിറ്റി ടു ഗ്രോ എലോങ് വിത്ത് ദി ഗ്രോത്ത് ഓഫ് എന്റർപ്രൈസ്. ഒരു ഓർഗനൈസേഷനും വളരുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഒരു സ്ഥാപനം വളരുന്നതനുസരിച്ച് ഒരു എന്റർപ്രൈസ് വളരുന്നതനുസരിച്ച് ആ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറും അതിനനുസരിച്ച് മാറുന്നതിനാവശ്യമായിട്ട് ഒരു കപ്പാസിറ്റി ഉള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആയിരിക്കണം. അതിനെങ്ങനെ മാറ്റാൻ പറ്റുന്നു എന്നുള്ള ആ പ്രിൻസിപ്പിളാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുക. അടുത്തത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണ്. അത് നമ്മൾ ഫയോളിൻ്റെ പ്രിൻസിപ്പിളിൽ കണ്ടതാണ്. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദർ ഷുഡ് ബി വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ ഫോർ എ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഹാവിങ് ദ സെയിം ഒബ്ജക്റ്റീവ്സ്, ഒരേ ഒബ്ജക്റ്റീവ്സ് ഉള്ള ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസിന് ഒരു ഹെഡും ഒരു പ്ലാനും മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് തലവനായിട്ട് ഒരാളും അതിനുവേണ്ടി ഒരു പ്ലാനും മാത്രമേ ഉണ്ടാകാവൂ എന്നുള്ള പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. സോ ദർ ഷുഡ് ബി കോർഡിനേഷൻ ഓഫ് ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ദി ഓർഗനൈസേഷൻ ടു അച്ചീവ് എ കോമൺ ഗോൾ. അപ്പോൾ അങ്ങനെ ആ സ്ഥാപനത്തിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് കോമൺ ഗോൾ നേടുന്നതിന് പ്രാപ്തമാക്കുന്നു. അടുത്ത മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഹിയർ ദി ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഈസ് നോട്ട് ഇൻവോൾവിംഗ് റൊട്ടീൻ മാറ്റേഴ്സ്. ഇപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് സാധാരണ റൊട്ടീൻ ആയിട്ടുള്ള മാറ്റേഴ്സിൽ അവർ ഇൻവോൾവ് ചെയ്യുന്നില്ല. ഓൺലി എക്സെപ്ഷണൽ മാറ്റേഴ്സ് ആർ ഹാൻഡിൽഡ് ബൈ ടോപ്പ് മാനേജ്മെന്റ്, ലീവിംഗ് ഓൾ റൊട്ടീൻ മാറ്റേഴ്സ് ടു ബി ഹാൻഡിൽഡ് ബൈ ലോവർ ലെവൽ മാനേജ്മെന്റ്. ഇപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് എക്സെപ്ഷണൽ മാറ്റേഴ്സ് മാത്രമാണ്. ബാക്കിയുള്ള റൊട്ടീൻ ആയിട്ടുള്ള ഓപ്പറേഷണൽ ലെവലിലുള്ള സാധാരണ ദൈനംദിന കാര്യം എല്ലാ ദിവസവും നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അത് ലോവർ ലെവലിലുള്ള മാനേജ്മെന്റിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അതിനെയാണ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുക, അല്ലേ? സബോർഡിനേറ്റ്സ് ടേക്ക് ദ ഡിസിഷൻ റിലേറ്റഡ് ടു റൊട്ടീൻ മാറ്റേഴ്സ്. സീനിയർ മാനേജേഴ്സ് വിൽ ഓൺലി ഡീൽ വിത്ത് എക്സെപ്ഷണൽ പ്രോബ്ലം. അവരുടെ അടിയന്തര ശ്രദ്ധ വരേണ്ടത് അല്ലെങ്കിൽ അത്ര ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളിൽ മാത്രം ടോപ്പ് ലെവൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ സീനിയർ ലെവൽ മാനേജേഴ്സ് ഇടപെട്ടാൽ മതി. ഇറ്റ് ഈസ് നോൺ ആസ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. ഇതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുക. അടുത്തത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയാണ്. അതോറിറ്റിയുടെ കൈമാറ്റം, അല്ലേ? അതോറിറ്റി ഷുഡ് ബി ഡെലിഗേറ്റഡ് ടു ലോവർ ലെവൽ ഫോർ ഡൂയിങ് ജോബ് അസൈൻഡ് ടു ദം. ഒരാൾക്ക് ഒരു ജോബ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അതോറിറ്റി നൽകണം. അപ്പോൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ബാലൻസ്. പ്രിൻസിപ്പിൾസ് ഓഫ് ബാലൻസ് എന്താണെന്ന് നോക്കുക. എ പ്രോപ്പർ ബാലൻസ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ബിറ്റ്വീൻ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. ഇപ്പോൾ പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും അതെല്ലാം ബാലൻസ് ചെയ്ത് പോകേണ്ടതാണ്. പരസ്പരം അത് സപ്പോർട്ട് ചെയ്ത് പോകേണ്ട ഡിപ്പാർട്ട്മെന്റുകളാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും, അല്ലേ? അപ്പോൾ അതുപോലുള്ള ബാലൻസിങ് അവിടെ ഉണ്ടാകേണ്ടതാണ്. ദെൻ സിംപ്ലിസിറ്റി. ദ സ്ട്രക്ചർ ഓഫ് ദി ഓർഗനൈസേഷൻ ഷുഡ് ബി സിമ്പിൾ. ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ സിമ്പിൾ ആയിരിക്കണം, പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ പലതരത്തിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറെ കുറിച്ച് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് ഈസി ടു മാനേജ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ സിമ്പിൾ ആണെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റും വളരെ സിമ്പിൾ ആയിരിക്കും. ദെൻ സ്റ്റെബിലിറ്റി. ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഷുഡ് ബി റീസണബിളി സ്റ്റേബിൾ. ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറേ കാലത്തെങ്കിലും സ്റ്റേബിളായിട്ട് തന്നെ സ്ഥിരമായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. അത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ട് പോകാൻ പാടില്ല. ദെൻ അക്കൗണ്ടബിലിറ്റി. ദ ഹയർ അതോറിറ്റീസ് ആർ അക്കൗണ്ടബിൾ ഫോർ ദി ആക്ട്സ് ഓഫ് ദിയർ സബോർഡിനേറ്റ്സ്. അപ്പോൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഒരു ജോലി ചെയ്യിപ്പിച്ച് എടുക്കാനുള്ള ഒരാളുടെ ഉത്തരവാദിത്തമാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഒരു ജോലി ചെയ്തു കഴിഞ്ഞാൽ അത് കൺസേൺഡ് അതോറിറ്റീസോട് അയാൾ ഉത്തരവാദിത്തമുള്ളതിനായിരിക്കണം. ഒരു ജോലി പൂർത്തിയാക്കാനുള്ള ഒരാളുടെ ഒബ്ലിഗേഷനാണ്, കടമയാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അക്കൗണ്ടബിലിറ്റി ഹയർ അതോറിറ്റീസിന് ഒരു അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്താലും ആ ജോലി പൂർത്തീകരിച്ച് എടുക്കാനുള്ള ഉത്തരവാദിത്വം ഹയർ അതോറിറ്റിക്ക് തന്നെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളും ഓർഗനൈസേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓർഗനൈസേഷൻ എന്താണെന്നും അതിൻ്റെ സ്റ്റെപ്സ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്, അപ്പം തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ, 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിച്ചത്. അപ്പോൾ നമുക്കിനി മറ്റൊരു ക്ലാസ്സുമായിട്ട് വേറെ ദിവസം